മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് അൻസിബ നൽകിയ കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ ടിനി ടോം എറണാകുളം സെഷൻസ് കോടതിയെയാണ് ജാമ്യത്തിനായി സമീപിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, പല പരാതികൾ ആണ് ഉള്ളത്. അതിൽ ചില പരാതികൾ നിലനിൽക്കില്ല എന്ന് പോലീസ് തന്നെ നിരീക്ഷിക്കുന്ന പശ്ചാത്തലം, അതേസമയം നിലനിൽക്കുമെന്നും കേസെടുക്കുമെന്നുമുള്ള മറ്റു പരാതികൾ. ഇപ്പോഴിതാ മുൻകൂർ ജാമ്യം തേടുകയാണ് ടിനി ടോം. എന്താണ് വിവരങ്ങൾ? നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട കടവന്ത്ര പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നേരത്തെ ശബ്ദത്തിൽ ചില പ്രതിസന്ധി ആ റിപ്പോർട്ടിൽ ഈ അൻസിബയുടെ പരാതി അഭിലാഷ്, എറണാകുളം സെഷൻസ് കോടതിയിലാണ് നടൻ ടിനി ടോം ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്, മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് അൻസിബ നൽകുമ്പോൾ പോലീസ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ല, അൻസിബ പറയുന്നതിൽ കഴമ്പില്ല എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. അത് കോടതിയെ സമർപ്പിച്ചെങ്കിൽ പോലും കോടതി ഇതിൽ കേസെടുക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകുകയായിരുന്നു. ഈ അൻസിബ മതപരിവർത്തനത്തിന് ശ്രമിച്ചു, അത് താൻ അറിഞ്ഞു. അതോടൊപ്പം തന്നെ അൻസിബയ്ക്കെതിരായിട്ടുള്ള സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ടിനി ടോമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നീ പരാതികളാണ് പ്രധാനമായും അൻസിബ ഇതിൽ ഉയർത്തിക്കാട്ടുന്നത്. എന്തായാലും കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കടവന്ത്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അൻസിബയെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി 5 മണിക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു. അൻസിബ എത്തിയിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ എത്താത്തതിനെ തുടർന്ന് 1 മണിക്കൂറോളം അൻസിബ സ്റ്റേഷനിൽ കാത്തിരുന്നതിന് ശേഷം മടങ്ങിയിരുന്നു. അതിനെതിരെ പോലും അൻസിബ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു. മനഃപൂർവ്വം പോലീസ് ഉദ്യോഗസ്ഥർ വൈകിപ്പിച്ചു, നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നായിരുന്നു അൻസിബയുടെ പരാതി. എന്തായാലും ടിനി ടോം ഇതിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ടിനി ടോം മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിലവിൽ പോലീസ് ഇതിൽ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. മറ്റ് നടപടികളിലേക്ക് ടിനി ടോമിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. ചോദ്യം ചെയ്യാനും വിളിപ്പിച്ചിട്ടില്ല. അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം നീനാക്കുറുപ്പിന്റെയും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നീനാക്കുറുപ്പിന്റെ മൊഴിയാണ് ഇപ്പോൾ കോടതിയിൽ പോലും നിർണായകമാകുകയും കേസെടുക്കാൻ കോടതിയെ നിർദ്ദേശിച്ചതും നീനാക്കുറുപ്പിന്റെ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലുമാണ്. അഭിലാഷ്, അൻസിബ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടാൻ ടിനി ടോം തയ്യാറായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സ്പെഷ്യൽ കോടതിയെ ടിനി ടോം മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.